Good morning, children. We ended the last class by introducing two tools in a geometry box. ജാമിതിപ്പെട്ടിയിലെ രണ്ട് ഉപകരണങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. Levels are the name given to these two devices in the geometry box. ജാമിതിപ്പെട്ടിയിലെ ഈ രണ്ട് ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് മട്ടങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് ചെക്ക്. മട്ടം വച്ച് നോക്കാം. ലുക്ക് അറ്റ് ദിസ് ക്വാഡ്രിലേറ്ററൽ. I learned in the last class what a quadrilateral is. What is a quadrilateral? There are four sides are the left and right lines. Here steeper than the bottom line. This is the question. There is little doubt at all. The slope seems suspicious when looking closely at the picture. ചുവടെ വരച്ച ചതുർഭുജം നോക്കൂ. എന്താണ് ചതുർഭുജമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? 4 വശങ്ങളുള്ള തുറന്നിരിക്കാത്ത ഒരു അടഞ്ഞ രൂപമാണ് ചതുർഭുജം. 4 വശങ്ങളുണ്ട്. ഇവിടെ ഇടത് വലത് വരകൾ താഴെയുള്ള വരയ്ക്ക് കുത്തനെ മേൽപോട്ടാണോ? ഇതാണ് ചോദ്യം. നോക്കുമ്പോൾ തന്നെ ചെറിയ സംശയമുണ്ട്. ചരിവാണ് സംശയമായി തോന്നുന്നത് ചിത്രത്തിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ. ലുക്ക് കെയർഫുള്ളി അറ്റ് ദിസ് പിക്ചർ ഓൺ പേജ് നമ്പർ 22 ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ദെൻ ദെയർ സീംസ് ടു ബി എ സ്ലൈഡ് സ്ലോപ്പ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22 ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ ചെറിയ ഒരു ചരിവുള്ളതായി തോന്നുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് വിത്ത് എ സെറ്റ് സ്ക്വയർ. ഒരു മട്ടം ഉപയോഗിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദിസ് റെഡ് ലൈൻ അറ്റ് ദ ടോപ്പ് ഡസ് നോട്ട് ലൈൻ അപ്പ് ഓൺ ദിസ് steep sides ഓഫ് ദി സെറ്റ് സ്ക്വയർ ആൻഡ് ലുക്ക് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. So we can see that the right line is slightly sloping. മുകളിലേക്കുള്ള ഈ ചുവന്ന വര സെറ്റ് സ്ക്വയറിൻ്റെ ഈ കുത്തനെയുള്ള സൈഡിൽ ചേർന്നിരിക്കുന്നില്ല. അല്പം ഒന്ന് മാറിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വലത്തേ വര അല്പം ചരിവുണ്ടെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് ഡ്രോ. വരച്ച് നോക്കാം. This figure shows a land with a small dot on it. ഒരു വര വരച്ച് അതിൽ ഒരു കുത്ത് ഇട്ടതിൻ്റെ ചിത്രമാണ് ചുവടെ കാണിച്ചിട്ടുള്ളത്. We want to draw a line straight up to this line and also through the point. For this also we can use a square. ഈ വരയ്ക്ക് കുത്തനെയായി മറ്റൊരു വര വരയ്ക്കണം. അത് ഈ കുത്തുകളിലൂടെ ആകുകയും വേണം. ഇതിനും ജാമിതിപ്പെട്ടിയിലെ മട്ടം ഉപയോഗിക്കാം. ഹൗ ടു ഡ്രോ ഈസ് ഷോൺ ഇൻ ദ പാം ബുക്ക് ഓൺ പേജ് നമ്പർ 23. ദ ഇമേജ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്ലി ടു കംപ്ലീറ്റ്. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 23 കാണിച്ചിരിക്കുന്നു. അതുപോലെ ക്രമീകരിച്ച് ചിത്രം പൂർത്തിയാക്കണം. The line we draw now meets our needs. The set square has 3 corners and we used one of these to draw the line straight up. This corner of the set square is special. An edge through this corner is straight up from the other. It is called the square corner. ഇപ്പോൾ വരച്ച വര ആദ്യത്തെ വരയിൽ നിന്ന് കുത്തനെ മേൽപോട്ടാണ്. മട്ടത്തിൻ്റെ 3 മൂലകളിൽ ഒരു മൂല ഉപയോഗിച്ചാണല്ലോ ഇവിടെ കുത്തനെയുള്ള വര വരച്ചത്. മട്ടത്തിൻ്റെ മറ്റു മൂലകളിൽ നിന്ന് ഈ മൂലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മട്ടത്തിൻ്റെ ഒരു വശത്തിന് കുത്തനെയാണ് തൊട്ടടുത്ത വശം. ഈ വശങ്ങൾ ചേർന്നുണ്ടാകുന്ന മൂലയെ മട്ടമൂല എന്ന് പറയുന്നു. Now let's look at the next page. ഇനി അടുത്ത പേജിലെ പ്രവർത്തനം നോക്കാം. Now draw such a figure in your notebook.
Draw a line and 2 lines straight up from it. How many such lines can you draw? ഇനി ഇതുപോലൊരു ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കൂ. ഒരു വര വരയ്ക്കുക. വരയ്ക്ക് കുത്തനെയായി 2 വരകൾ വരയ്ക്കുക. ഒരു വരയ്ക്ക് കുത്തനെ എത്ര വരകൾ വരയ്ക്കാം? Draw a line first. When drawing in a notebook, always use a pencil. ആദ്യം ഒരു വര വരയ്ക്കുക. നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ എപ്പോഴും പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കാനായിട്ടുള്ളത്. How many straight lines can you draw per line? You can draw lines of your choice. ഒരു വരയ്ക്ക് കുത്തനെ എത്ര വരകൾ വരയ്ക്കാൻ സാധിക്കും? ഇഷ്ടമുള്ള വരകൾ വരയ്ക്കാനായിട്ട് കഴിയും. Let's first see how we draw such a line through the left end point. Now from the right end point. ഒരു വരയുടെ അറ്റത്തുള്ള ബിന്ദുവിലൂടെ വരയ്ക്ക് കുത്തനെയുള്ള വര എങ്ങനെ വരയ്ക്കും? ആദ്യം നമുക്ക് വരയുടെ ഇടത്തെ അറ്റത്തുള്ള ബിന്ദുവിലൂടെ കുത്തനെയുള്ള വര എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ഇനി വലത്തെ അറ്റത്തുള്ള ബിന്ദുവിൽ നിന്ന് കുത്തനെയുള്ള വര എങ്ങനെ വരയ്ക്കാമെന്നും നോക്കാം. We can also draw it like this. ഇപ്പോൾ വരച്ച വര മറ്റൊരു രീതിയിലും വരയ്ക്കാം. കണ്ടല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി. Now try these problems. വരച്ച് നോക്കാം. Draw a line 6 cm long from the left end point. Draw an upright line 3 cm high from the right end point. Draw an upright line 4 cm high. Join the top ends of these lines. 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ഈ വരയുടെ ഇടത്തെ അറ്റത്തെ ബിന്ദുവിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കുത്തനെ ഒരു വര വരയ്ക്കുക. വലത്തെ അറ്റത്തെ ബിന്ദുവിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കുത്തനെ ഒരു വര വരയ്ക്കണം. ഇപ്പോൾ വരച്ച വരകളുടെ രണ്ടറ്റവും യോജിപ്പിച്ച് വരയ്ക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw a line 7 cm long and from each end point. Draw upright lines both 4 cm high. Draw a line joining the top ends of these lines. Measure its length. Look at the figure you got. Isn't it a rectangle? What are its length and breadth? 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് രണ്ടറ്റങ്ങളിലും വരയ്ക്ക് കുത്തനെ 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള വരകൾ വരയ്ക്കുക. ഇപ്പോൾ വരച്ച വരകളുടെ രണ്ടറ്റങ്ങളും യോജിപ്പിച്ച് വരയ്ക്കുക. ഈ വരയുടെ നീളം അളന്നെഴുതണം. ഇപ്പോൾ വരച്ച ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് എഴുതണം. Length equal to 7 cm. Breadth equal to 4 cm. Here the opposite sides is equal. Length and breadth are the same. Rectangle is the name given to the image on the opposite side equal. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. നീളവും വീതിയും അങ്ങനെ തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡ് ഈക്വലായ ചിത്രത്തിന് പറയുന്ന പേരെന്താണ്? ദീർഘചതുരം. ടേക്ക് എ ക്ലോസർ ലുക്ക് അറ്റ് ദി ആക്ടിവിറ്റി ബിലോ. അടുത്ത താഴെയുള്ള പ്രവർത്തനം നോക്കിക്കേ. Here are some things of rectangular shape. ചതുരാകൃതിയിലുള്ള ചില വസ്തുക്കളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. Here is a photo of some of the objects in rectangular shape. First of all, what is a postcard? Rectangular shape is to measure the sides. Measure with a scale. When measured, the opposite side
will be equal or the length above and below will be equal. The width of the sides will also be equal. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കുറച്ച് വസ്തുക്കളുടെ ഫോട്ടോയാണ് തന്നിരിക്കുന്നത്. ആദ്യം എന്താണ്? പോസ്റ്റ് കാർഡ്. റെക്റ്റാങ്കുലർ ഷേപ്പാണോ? വശങ്ങൾ അളന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ? മുകളിലും താഴെയുമുള്ള ലെങ്ത് ഈക്വൽ ആയിരിക്കും. വശങ്ങളുടെ വീതിയും ഒരുപോലെ ആയിരിക്കും. Below that is an invisible rectangular shape because the opposite sides is equal. അതിൻ്റെ ഒരു താഴെ ക്ഷണക്കത്താണ് കാണുന്നത്. റെക്റ്റാങ്കുലർ ഷേപ്പാണ്, കാരണം ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട്. The third image is an identity card. മൂന്നാമത് കാണുന്ന ചിത്രം ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്. അത് കാണുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഈക്വലായ ഒരു പിക്ചറാണെന്ന്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് ഡ്രോ റെക്റ്റാങ്കിൾസ്. ചതുരം വരയ്ക്കാം. Draw a rectangle with nearby sides 6 and 5 cm long. അടുത്തടുത്ത വശങ്ങളുടെ നീളം 6 cm 5 cm ആയ ചതുരം വരയ്ക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. Let's see how to draw. First we draw a line of 6 cm with scale. Should be correct 6 cm. Draw an 0 to 6 cm line using a scale and then draw a straight line 5 cm upwards from the end point. What we learned in the last class is that the line is drawn using the square corner of the square upwards. That line should be 5 cm. Put a dot with the square corner of the square and draw with a scale and combine. The same can be drawn from the right end point. Draw it by connecting the top end points. We got a figure here. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. കറക്റ്റ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. സ്കെയിൽ ഉപയോഗിച്ച് 0 മുതൽ 6 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചതിന് ശേഷം എൻഡ് പോയിൻറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് 5 സെൻറ്റിമീറ്ററാണ് വരയ്ക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് മുകളിലോട്ട് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ ഉപയോഗിച്ചാണ് ലൈൻ വരയ്ക്കുന്നത്. ആ വര എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ ഉപയോഗിച്ച് ഡോട്ട് ഇട്ടതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് വരച്ച് യോജിപ്പിക്കുക. റൈറ്റ് എൻഡ് പോയിൻറ്റിൽ നിന്ന് അതുപോലെ തന്നെയാണ് വരയ്ക്കാനായിട്ടുള്ളത്. ഇനി ടോപ്പ് എൻഡ് പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കിട്ടും. ഇതൊരു റെക്റ്റാങ്കിളാണ് അല്ലേ? റെക്റ്റാങ്കിൾ ആകുമ്പോൾ 4 വശങ്ങളുണ്ട്. എതിർവശങ്ങൾ തുല്യമായിരിക്കും. മറ്റൊരു പ്രത്യേകത, 4 സ്ക്വയർ കോർണറുകൾ കൂടി ഇതിന് ഉണ്ട്. ഓക്കെ. Draw a rectangle with all sides 5 cm long. വശങ്ങളെല്ലാം 5 സെൻറ്റിമീറ്റർ ആയ ചതുരം വരയ്ക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. മുകളിലോട്ടും എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. മുകളിലോട്ടുള്ള ലൈൻ വരയ്ക്കുന്നത് സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. ഇവിടെ 4 വശങ്ങളും എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇങ്ങനെയുള്ള ചിത്രത്തിനൊരു പേര് പറയും. എന്താണ് നമ്മൾ പറയുന്നത്? സ്ക്വയർ അഥവാ സമചതുരം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 4 വശങ്ങളുണ്ടായിരിക്കും. 4 വശങ്ങളും
തുല്യമായിരിക്കും. ഇവിടെ 4 സ്ക്വയർ കോർണറും ഉണ്ടായിരിക്കും. ഈ 2 ചിത്രവും നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The figure on the right is drawn using a ruler and a square. Draw this figure in the same size. മട്ടവും സ്കെയിലും ഉപയോഗിച്ച് വരച്ച ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ഇതേ അളവിൽ ഈ ചിത്രം വരയ്ക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. We need to look at the figure and draw the same size. First draw a line 9 cm long and dot every 3 cm. Draw a line 2 cm up from the second and third dot upwards using the square and then draw the dots between them. Now draw a line 2 cm below the first and second dot. Similarly, draw a line 2 cm long. Then we get a figure like the one seen in the text. നമ്മൾ ഫിഗർ നോക്കിയിട്ട് അതേ വലിപ്പമായിരിക്കണം വരയ്ക്കാനായിട്ട്. ആദ്യം 9 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഓരോ 3 സെൻറ്റിമീറ്റർ കഴിയുമ്പോഴും ഡോട്ടിട്ട് കൊടുക്കുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡോട്ടിൽ നിന്നും മുകളിലേക്ക് 2 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. സ്ക്വയർ ഉപയോഗിച്ച് തുടർന്ന് ഡോട്ടുകളെ തമ്മിൽ എന്ത് ചെയ്യണം? ചേർത്ത് വരയ്ക്കുക. ഇനി താഴേക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡോട്ടിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും ഡോട്ടിൽ നിന്ന് താഴേക്ക് 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ കണ്ടതുപോലുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി, ചതുരം ചരിഞ്ഞാൽ. അമ്മുവും റഹീമും മട്ടത്തിൻ്റെ മൂലകൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 26 തന്നിരിക്കുന്നത്. ചിത്രം നോക്കി മനസ്സിലാക്കണം. മട്ടത്തിൻ്റെ ഏത് മൂല ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ.